Hi friends, so we will enter into the lesson, that is when a sapling is planted. So here the words, first one is recounted. Recount means to give a short account of. Last week I recounted my experiences in Alaska to my students. അലാസ്കയിൽ പോയതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു അക്കൗണ്ട് ഞാൻ കൊടുത്തു, അതിനെപ്പറ്റിയുള്ള വിവരണം കൊടുത്തു. നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്രേഡേഷൻ, മോശമാവുക. സോ യു ഷുഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിഗ്രേഡേഷൻ ഓഫ് ദ എൻവയൺമെൻറ്റ്. പരിസ്ഥിതിക്ക് എതിരായിട്ട്, പരിസ്ഥിതി മോശമാകുന്ന എന്തിനെ എതിരായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം, എതിർക്കണം. പ്ലണ്ടർ ഈസ് പാസ്റ്റൻസ്. പ്ലണ്ടർ മീൻസ് കൊള്ളയടിക്കുക, പ്ലണ്ടർ. സോ what people are doing in most of the industrialists വേറെ നല്ലൊരു plunder. Dacoits plunder villages. Dacoits എന്ന് പറഞ്ഞാൽ അറിയാലോ, കൊള്ളക്കാർ. വില്ലേജസ്, ഗ്രാമങ്ങളൊക്കെ കൊള്ളയടിക്കുന്നു. നിങ്ങൾ ആ ഒരു സിനിമ കണ്ടില്ലേ, ഇത് ഷോലെ എന്നുള്ള സിനിമ, അതിനകത്ത് കാണാം, അത് കൊള്ളയടിക്കുന്നതാണ്. ഇത് undermine means to weaken. Don't undermine your character by doing bad things. നമ്മുടെ ക്യാരക്ടറിനെ വീക്കാക്കുക, മോശമായ കാര്യങ്ങൾ ചെയ്ത്, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിനെ അണ്ടർമൈൻ ചെയ്യും, മോശമാണ്. അഡ്രസ് ബേസിക് നീഡ്സ് മീൻസ് സപ്ലൈ ബേസിക് നീഡ്സ്. സോ ഗവൺമെന്റ് അഡ്രസ്സസ് ബേസിക് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ബേസിക് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഗവൺമെന്റ് സപ്ലൈ ചെയ്യും. Next one, struggle for. People are scrambling for opportunities, employment opportunities. But people struggling jolly kitam. People are scrambling for opportunities to get employment. Watershed, that means line of high hills separating rivers. അതായത് റിവേഴ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന, നദികളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഉയർന്ന സ്ഥലങ്ങൾ, വാട്ടർ ഷെഡ്സ്. സോ യു ക്യാൻ സീ മെനി വാട്ടർ ഷെഡ്സ്. ഇഫ് യു ഗോ ടു where will you find our water sheds? Say for example, if you go to hilly areas, you will find water sheds. Means hills separating small rivers. It's called water sheds. And then you have got culminate, means end. The quarrel culminated in peace. വഴക്കടി അവസാനം തീർന്നത് സമാധാനത്തിലാണ്. The quarrel culminated in a peaceful settlement. രണ്ടുപേരും വഴക്കുണ്ടാക്കുവാണ്, അപ്പോഴത്തേക്കും അവസാനിച്ചത് ഒരു പീസ്ഫുൾ സെറ്റിൽമെന്റ് കൂടിയാണ്. All right, clear? All the words are clear. Now let's read the textbook. Are you ready? Have you got the textbook with you? Come on, let's say. Your Majesties, now this is a speech. Your Majesties, Your Royal Highness, honorable members of the Norwegian Nobel Committee, Excellencies, ladies and gentlemen. എവിടെ ഉണ്ടായിരുന്നോ വലിയ ആൾക്കാരുണ്ടല്ലോ, VIPs, governors, kings and queens, emperors and presidents, ഇവരെല്ലാം വലിയ ആൾക്കാരല്ലേ. അപ്പോൾ അവരെല്ലാം വിളിക്കുന്നത് ഇങ്ങനെയാണ്, യുവർ മാജസ്റ്റീസ്. മാജസ്റ്റി സാധാരണ രാജാക്കന്മാരെ അഡ്രസ് ചെയ്യുന്നതാണ് യുവർ മാജസ്റ്റി. യുവർ റോയൽ ഹൈനസ്, അതുപോലെ തന്നെ രാജാക്കന്മാർക്കുള്ളൊരു അഡ്രസ്സാണ്. ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് ദ, അത് സാധാരണ റെസ്പെക്റ്റഡ് മെമ്പേഴ്സാണ്. എക്സലൻസീസ്, ഗവർണേഴ്സിനൊക്കെ എക്സലൻസീസ് എന്ന് പറയും. അങ്ങനെയുള്ള വലിയൊരു നല്ലൊരു ഗ്രൂപ്പാണ്, അവരെല്ലാം അഡ്രസ് ചെയ്യണം. ആസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ to receive this prize, Miss Nobel Prize for Sustainable Development, I accept it on behalf of the people of Kenya and Africa and indeed the world. From ഒരു ഫസ്റ്റ് ആഫ്രിക്കൻ വുമണാണ് ഞാൻ, കെനിയക്കാരത്തിയാണ്. കെനിയയ്ക്ക് വേണ്ടിയും ആഫ്രിക്കയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ലോകത്തിന് മുഴുവൻ വേണ്ടി ഞാൻ ഈ നൊബൽ പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണ്, സ്വീകരിക്കുകയാണ്. I am especially mindful of women and the girl child. ഞാനിവിടെ നിൽക്കുമ്പം പറയാണ് പങ്കരായി മാതായി ഷീസേസ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് സ്ത്രീകളെയും
പെൺകുഞ്ഞുങ്ങളെയോ. അന്ന് ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻ സോഷ്യൽ ലൈഫ് അനുസരിച്ച് സ്ത്രീകളാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. പറമ്പിലെ കാര്യങ്ങൾ നമ്മൾ പറയല്ലേ, പറമ്പിലെ കാര്യം, ഫീൽഡ് വർക്ക് ആൻഡ് കിച്ചൺ വർക്ക് രണ്ടും അവർ തന്നെ ചെയ്യണം. അവരിങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതാണ് അവർ പറഞ്ഞത്, ഐ ആം എസ്പെഷ്യലി മൈൻഡ്ഫുൾ ഓഫ് തിങ്കിങ് ഓഫ്, seriously thinking of, I am especially mindful of women and the girl child. I hope it will encourage them to raise their voices, സ്വരം ഉയർത്തുക, raise their voices and take more space for leadership. More space for leadership, ലീഡർഷിപ്പിലേക്ക് വരാൻ, ലീഡർഷിപ്പിലേക്ക് ഉയരാൻ കുറെ കൂടെ സ്പേസ്, സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒരു മന്ത്രിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടായിരിക്കും. അങ്ങനെയല്ല, എല്ലാ തലങ്ങളിലും നമ്മുടെ ലീഡർഷിപ്പ് ഉണ്ടാകണം. അതാണ് എല്ലാ തലങ്ങളിലും. നമ്മൾ പറയല്ലേ താക്കോൽ സ്ഥാനങ്ങൾ, എല്ലാ താക്കോൽ സ്ഥാനങ്ങളിലും സ്ത്രീകൾ വരണം. അതാണ് മോർ സ്പേസ് ഫോർ ലീഡർഷിപ്പ്. മൈ ഇൻസ്പിറേഷൻ കംസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് and observations of nature in rural Kenya. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഇൻസ്പിറേഷൻ, എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നത്, ഒരു ഉത്തേജനം കിട്ടുന്നത്, ഇൻസ്പിറേഷൻ എങ്ങനെയാണെന്നാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ റൂറൽ കെനിയ, നമ്മുടെ വില്ലേജ് ഗ്രാമപ്രദേശങ്ങളിൽ നടന്ന സംഗതികളൊക്കെ കണ്ടിട്ട് അതൊക്കെ നോക്കി കണ്ട് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്നത്. എന്താണ്? As I was growing up, എന്തായിരുന്നു that experiences ആണ്. As I was growing up, I witnessed forests being cleared and replaced by commercial plantations. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വനങ്ങളിൽ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. വനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും നട്ടുപിടിപ്പിക്കുന്നതല്ല. ഇപ്പം നമുക്കറിയാം ഇവിടെ തന്നെ എന്തുമാത്രം വെറൈറ്റി. സൈലന്റ് വാലി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യുന്നത്? ഒരു നാഷണൽ ട്രഷറായിട്ടാണ് നമ്മൾ സൈലന്റ് വാലി കീപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതിനകത്ത് അത് ഒത്തിരി ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. പിന്നെ വിവിധ തരങ്ങളായ ചെടികൾ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പോലും ചെടികളും മരങ്ങളും ഒക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അതാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന്. ഡൈവേഴ്സിറ്റി വിവിധത്വം, ജീവന്റെ വിവിധ തലങ്ങൾ. മരങ്ങളും ചെടികളും അല്ലെങ്കിൽ ചെറിയ കുറ്റിച്ചെടികൾ അത് തന്നെയല്ല, ആനിമൽസ്, ഇൻസെക്ട്സ്, നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടില്ലാത്ത ഇൻസെക്ട്സ് ഒക്കെ ഇപ്പോഴും സൈലന്റ് വാലിക്കാണ്. അതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി നിറങ്ങി തുളുമ്പി നിൽക്കുന്ന വനങ്ങളെല്ലാം ഒരു ദിവസം മുഴുവൻ വെട്ടി നിരത്തിയിട്ട് കമേഴ്ഷ്യൽ പ്ലാന്റേഷൻ, ക്യാഷ് ക്രോപ്സ്, ഇതാണ് റബ്ബർ ഈസ് എ ക്യാഷ് ക്രോപ്പ്. അപ്പോൾ ഇങ്ങനത്തെ റബ്ബർ തോട്ടങ്ങളാക്കി മാറ്റുക. അപ്പോൾ എന്ത് പറ്റും? വിവിധത്വം പോയി. നോക്കുന്നിടത്ത് മുഴുവൻ റബ്ബർ മാത്രം, ഒരേ ഒരു സാധനം മാത്രം. ഇതെൻ്റെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാനിത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട്. As I was growing up, I saw forests being cleared. എല്ലാം വെട്ടി നിരത്തുകയാണ്. And replaced by commercial plantations. Commercial plantation means cash crops. പണത്തിന് വേണ്ടി മറ്റു ദേശങ്ങളിലേക്ക് ഫുഡിന് രണ്ട് തരം പ്ലാന്റേഷൻ ഉണ്ട്. ഒന്ന് ഫുഡിന് വേണ്ടി, ഫുഡ് ക്രോപ്സ് അല്ലേ. മറ്റേ ഫോർ എക്സാമ്പിൾ നമ്മൾ ടപ്പിയക്ക, റൈസ് ടപ്പിയക്ക, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ വേറെ, ചേന, കാച്ചിൽ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഫുഡ് ക്രോപ്സ്. മറ്റേത് നമ്മൾ പറയുന്ന ഈ തെങ്ങ്, കമുക്, അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ, ഇതൊക്കെ കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് ആണ്. വലിയ ഏക്കർ കണക്കിന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേട്ടിട്ടില്ലേ? അപ്പം അവരുടെയൊക്കെ അവരിതാണ് ചെയ്യുന്നത്. വലിയ തോട്ടങ്ങൾ ശ്രദ്ധിക്കുക. തോട്ട വിളകൾ എന്നാണ് പറയുന്നത്. തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന വിളകൾ. പക്ഷെ അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയത് അല്ലെ, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം ഇത് അവരെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മനസ്സിൽ. As I was growing up, I witnessed forests being cleared and replaced by commercial plantations, which destroyed local biodiversity and the capacity of the forest to conserve water. ഒരു ഫോറസ്റ്റിൽ വെള്ളം, വലിയ വേനൽ വന്നാലും നിങ്ങളൊരു വനത്തിൽ ചെല്ലുവാണെങ്കിൽ അവിടെ ചെറിയ കള ശബ്ദങ്ങൾ, എവിടെയെങ്കിലും കുറേ കുഞ്ഞ് അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും.
കാരണം വേരിൻ്റെ ഇടയിലെല്ലാം ഒത്തിരി വെള്ളം കയറി കിടക്കും. അതിങ്ങനെ വയ്യ ഒഴുകുന്നതാണ്, ചെറിയ ചെറിയ നദികളായിട്ട്. But to conserve water, you require trees. 1977, what is the answer to that? ഒരു വശത്തൂടെ ഇതെല്ലാം ക്ലിയർ ചെയ്തു പോകും, ഒരു വശത്തൂടെ ട്രീ പ്ലാന്റിങ്. അതിനാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. 1977, when we started the green belt movement, I was partly responding to the needs. Responding means answering to the needs identified by rural women, listed by. Identified here means listed by rural women. Namely, എന്തൊക്കെയാണ്? lack of firewood, അവർക്ക് വിറകില്ല, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, ബാലൻസ്ഡ് ഡയറ്റ് ഇല്ല, ന്യൂട്രീഷ്യസ് ബാലൻസ്ഡ് ഡയറ്റ് ഇല്ല, ഭക്ഷണം, ഷെൽട്ടർ, വീടില്ല, ആൻഡ് ഇൻകം, അവർക്ക് വരുമാനം. ഇത്രയും കാര്യങ്ങളാണ് റൂറൽ വിമൻ അവർ സഹിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് ഇല്ലാതിരുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഓൾസോ replacing the forest by cash crops or commercial plantations. ഒരു ഫോറസ്റ്റിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് കിട്ടുന്നത്. അതേസമയം ഇങ്ങനെ നിൽക്കുന്ന ഒരു റബ്ബർ പ്ലാന്റ് മാത്രമുള്ള സ്ഥലത്ത് എന്നാൽ ഒന്നുമില്ല. റബ്ബറിൻ്റെ ഇടയിൽ പുല്ല് പോലും കുലുക്കിയെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്, എന്തൊക്കെയോ കൃഷിവിളകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കാന്താരിച്ചീനി എന്ന സാധനമില്ല, അത് വളർത്തുന്നുണ്ട്. കാപ്പി, ഒരുതരം കാപ്പി റബ്ബറിൻ്റെ ഇടയിൽ വളരും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊരു ഫോറസ്റ്റ് അല്ലെ ഒരു വനത്തിന് പകരമല്ല. So therefore what we started was we are trying to start plant trees. ആ ഒരു മൂവ്മെൻ്റ് ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു നല്ലൊരു ചോദ്യം അത്. വാട്ട് ഈസ് മെൻ ബൈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്? So throughout Africa, women are the primary caretakers holding significant responsibilities. Significant means important. Important responsibilities, major responsibilities for tilling the lands, plowing the land and feeding their families. അത് ആഫ്രിക്കൻ കൾച്ചറിനെ പറ്റിയാണ് അവർ പറയുന്നത്. ആഫ്രിക്ക മുഴുവൻ, കെനിയയിൽ തന്നെയല്ല, ആഫ്രിക്ക മുഴുവൻ നോക്കിയാൽ അവിടുത്തെ സ്ത്രീകളാണ് ഈവൻ ടില്ലിങ് ദ ലാൻഡ്, cultivating the land. They have to look after the children and the needs of the household. അപ്പം ഒരു എൻവയൺമെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്, വിമൻ. അതാണ് ഐ ആം എസ്പെഷ്യലി മൈൻഡ്ഫുൾ ഓഫ് വിമൻ ആൻഡ് ദ ഗേൾ ചൈൽഡ്. അതൊരു ചോദ്യമാണ്. വൈ ഈസ് വണ്ടറായി why is she especially mindful of women and children? കാരണം എന്താ? Women and children, these women and children, they are suffering when there is a degradation of the environment. Environment degradation can take place in many ways. ഒന്നാണ് ഫോറസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് കാഷ് ക്രോപ്സ് പ്ലാന്റ് ചെയ്യുക. ഇതെല്ലാം ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തല്ല, ഒരു ചെയിൻ ഓഫ് ഇവൻസ് ആണ്. ചെയിൻ ഓഫ് ഇവൻസ് എന്താ? ഓൾറെഡി വി ഹാവ് സീൻ ദ വിമൻ, ദേ ഹാവ് ഐഡന്റിഫൈഡ് വാട്ട് ആർ ദേ. ദാറ്റ് ഈസ് they have no drinking water, they have no firewood, they have no balanced diet, they have no shelter with their housing, and they have no income. So throughout Africa, women are suffering. As a result, they are often the first to become aware of environmental damage as resources become scarce. വിഭവങ്ങൾ, resources scarce, കുറഞ്ഞു, ഇല്ലാതെ, and they are incapable of sustaining their families. വിഭവങ്ങൾ ഇല്ലാതെ വന്നാൽ they cannot sustain the family. Sustain means അവരെ വളർത്തിക്കൊണ്ട് പോവുക, താങ്ങി നിർത്തുക, അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കി അന്വേഷിക്കുക, അതിനുള്ള വകയില്ലാതെ. The women we worked with means members of the Green Belt movement. The women we worked with recounted, gave a short account, that unlike in the past, they were unable to meet their basic needs. Forest clear ചെയ്തുകൊണ്ട്
അവർക്ക് ഒരു തരത്തിലും അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. This was due to the degradation of their immediate environment. Degradation means environment is getting spoiled or being destroyed, or the quality is decreasing, and environment, as well as the introduction of commercial farming, which replaced the growing of household food crops. Household food crops, ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ കൃഷി ചെയ്യുന്നതിന് പകരം വാണിജ്യത്തിന് വേണ്ടിയുള്ള ക്യാഷ് ക്രോപ്സ് അതാണ് കൃഷി നടത്തുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ടി വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വീടിൻ്റെ 4 ചക്രത്തിൽ ഒരു ചക്രം പോലും അനങ്ങുന്നില്ല. അങ്ങനെ നിൽക്കുന്നു. എന്ത് ചെയ്യും? പട്ടിണി തരും. So there is some answer we have to find out. But international trade control the price of exports from these small scale farmers, and a reasonable and just income could not be generated. Generated means created, produced. ഇവരെന്ത് സാധനം ഉണ്ടാക്കിയാലും ഇതിൻ്റെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് ഒരു തരത്തിലും പണം ആവശ്യത്തിന് കിട്ടുന്നില്ല. അതാണ് the international trade control the price of exports from these small scale farmers. ഉദാഹരണത്തിന് ഒരു സ്മോൾ സ്കെയിൽ ഫാമർ, ഒരു ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു 50 സെൻറ്റുള്ള ഒരാൾ, അയാൾക്കൊരു കുറച്ച് തേങ്ങ ഉണ്ടെന്നിരിക്കും. ആ തേങ്ങയുടെ വില നിശ്ചയിക്കുന്നത് ആ നാട്ടിലല്ല, വേറെ എങ്ങുമാണ്. അവിടെ ഇൻ്റർനാഷണൽ ലെവലിലാണ്. അപ്പോൾ ഇവരുടെ വില ഇവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല. അതാണ് could not be so, but international trade could not be guaranteed. I came to understand that when the environment is destroyed, plundered, കൊള്ളയടിക്കുക, and mismanaged, ശരിയാവേണ്ട മാനേജ് ചെയ്തിരിക്കുക, we undermine, we weaken, നമ്മളതിനെ ബലഹീനരാക്കുന്നു, undermine the quality of our life and that of future generations. നമ്മുടെ degradation of environment means the quality of our life and the life of future generations we are undermining. നമ്മുടെ ജീവിതം തന്നെയല്ല, വരാൻ പോകുന്ന ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ ജീവിതവും നമ്മൾ മോശമാക്കണം, നമ്മൾ ബലഹീനമാക്കണം. എന്ന് വെച്ചാൽ എന്താ? അവർക്ക് ശരിയായ ഭക്ഷണം കിട്ടിയത്, നമുക്ക് ഇൻകം വേണം, ആ ഇൻകം ഇല്ല. Tree planting became a natural choice to address some of the initial basic needs identified by women. ഒരു മറുപടിയായിട്ട് ട്രീ പ്ലാന്റിങ്, സ്റ്റാർട്ട് പ്ലാന്റിങ് ട്രീസ്. നമ്മളതിന് മരം ഒരു വരം, മരം നടുക, വരം നേടുക എന്നാണ്. മരമല്ല, വരം തന്നെയാണ്. മരം ഒരു വരം തന്നെയാണ്. ഇതാണ് ഈ മഹതി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ഈ മഹതി പറയുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ധാരാളം ട്രീസ് വേണം. കാരണം ഈ ധാരാളം ട്രീസ്, വിവിധ തരത്തിലുള്ള മരങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്യൂ. പ്രത്യേകിച്ച് ബേസിക് ഡ്രിങ്കിങ് വാട്ടർ. അല്ലാണ് അവർ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം എല്ലാവരും ഒഴുകി അങ്ങ് പോയി തീർന്നത്, മരുഭൂമിയായി പോകും. ശരി, നമ്മുടെ ദേശം. ഇതിനാണ് പറയുന്നത് മരം വെച്ച് പിടിപ്പിക്കുന്നത്. If you cut one tree, plant at least 2. If you are a very generous person, plant 5. ഇതുമാത്രം സ്ഥലങ്ങളുണ്ട് നമുക്ക് ട്രീ പ്ലാന്റ് ചെയ്യാനായിട്ട്. So he says also planting is simple. The planting became a natural choice. There is no other way out. Also tree planting is simple. ആർക്കും ഒരു ട്രീ പ്ലാന്റ് ചെയ്യാം. 90 വയസ്സുള്ള അപ്പനാണെങ്കിൽ ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് ഒരു പ്ലാവിൻ്റെ തൈ വേണം നട്ടുവെക്കത്തില്ല, സാധിക്കും, ആർക്കും സാധിക്കും. സോ ഇറ്റ് ഈസ് വെരി ഈസി, ഇറ്റ് ഈസ് സിമ്പിൾ, അറ്റൈനബിൾ. നമുക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണ്, അറ്റൈനബിൾ, ആൻഡ് ഗ്യാരണ്ടീസ് ക്വിക്ക് സക്സസ്ഫുൾ റിസൾട്ട്സ് വിതിൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മൾ ഉദാഹരണം പറയാൻ, നമ്മളിപ്പം കുറ്റിപ്ലാവ് എന്നൊരു തരം പ്ലാവുണ്ടല്ലോ, അത് നമ്മൾ ചെറിയ പ്ലാവ്, അതിന് പൊക്കമൊന്നുമില്ല, കയറി പറിക്കുന്നുണ്ട്. ഒരു 10 കുറ്റിപ്ലാവ് നമ്മുടെ
നമ്മുടെ പറമ്പിൻ്റെ അതിര് വഴി ഈവൻ മിറ്റത്തിൻ്റെ ഒരു വശത്ത് വേണം കൊണ്ടുവെക്കാം. ചെടി പോലെ അവിടെ നിന്നോളൂ. അതാർക്കറിയാൻ പറ്റിയല്ലാത്ത അതിൻ്റെ റിസൾട്ട് ഇത്രയും ചിലരൊക്കെ പറയുന്നത് ഒരൊറ്റ വർഷം കൊണ്ട് കായ്ക്കുന്നു. അങ്ങനെ എന്തെല്ലാം സംഗതികളുണ്ട്. സോ ട്രീ പ്ലാന്റിങ് ഈസ് വെരി ഗുഡ്. ഇറ്റ് ഈസ് യു ഗെറ്റ് ഇമ്മീഡിയറ്റ് റിസൾട്ട്. അല്ലാതെ കുറനാളിങ്ങനെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ട്രീ പ്ലാന്റിങ്ങിന് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കിടക്കുന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ടൊരു ചാമ്പത്തൈ വെച്ചുകൂടാ? ചാമ്പയെന്ന് പറഞ്ഞ സാധനമില്ല. നമ്മൾ നാടൻ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ചെറുത്, വലിയ ട്രീ അല്ല, ചെറുത്, ഒരു 12 അടി 15 അടി പൊക്കത്തിലൊക്കെ വളരെ നല്ല നിറച്ച് സീസണിൽ ഇങ്ങനെ നിറച്ച് നല്ല രസമല്ലേ കാണാൻ. നല്ല ചുമന്ന പഴങ്ങളായിട്ട് കിടക്കും. ഒരു ചെറു പുളി കടുമധുരം, എന്ത് രസമാണ് അത് പറിച്ച് തിന്നാനൊക്കെ. അത് എന്തെല്ലാം ഉപയോഗമുണ്ട്. അതുകൊണ്ട് ജാം ഉണ്ടാക്കാം, അതുകൊണ്ട് വൈൻ ഉണ്ടാക്കാം, അത് പറിച്ച് തിന്നാം, അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. ഒന്ന് ഓർത്ത് നോക്കി. എന്തുകൊണ്ട് നിങ്ങൾ ഈ നിങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റും ഒരു 1000 ചാമ്പയങ്ങൾ വേണം. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ചെടി കൊണ്ടില്ല, ഒരു ചാമ്പയുടെ തൈ, എന്നിട്ട് അത് കുടിച്ചു വെക്കുക. വേറെ നിങ്ങൾ ചെയ്യണ്ട. ഫസ്റ്റ് ഇയറിലൊരു പക്ഷേ ആദ്യത്തെ വർഷം ശാലം വെള്ളം ഒഴിക്കണം. അതാണ് നിങ്ങൾ പാത്രം കഴുകിയില്ലേ, ചോറുണ്ട് വെച്ച് ആ വെള്ളം കുഴിച്ചാൽ അത് മതി. ഡെയിലി എത്രയും വെള്ളം ഉണ്ട് അത് വളർന്നു പോകും. എന്തുമാത്രം പഴങ്ങൾ, എന്തുമാത്രം പക്ഷികൾക്ക് ഉപയോഗം, അണ്ണാൻ. ബയോഡൈവേഴ്സിറ്റി ഇതാണ്. വെരി സിമ്പിൾ തിങ്. ഒരു ശല്യവും ഇല്ല. അത് കാറ്റത്ത് മരഞ്ഞു വീഴുന്നത് പേടിക്കണ്ട, അല്ലെങ്കിൽ ഒന്നുമില്ല. കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിൽ അതൊക്കെ കയറി ചുമ്മാ രസിക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വെരി സിമ്പിൾ തിങ് അല്ലേ? യെസ്, വെരി ഗുഡ്. So also tree planting is simple, attainable and guarantees quick, successful results within a reasonable amount of time. This sustains interest and commitment. ഒരു റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. നമുക്ക് അതിനോട് ഒരു പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടാവും. നമുക്ക് അതിനോടൊരു നമ്മളെ തന്നെ നമ്മൾ അതിനുവേണ്ടി സമർപ്പിക്കും. ഒരു കമ്മിറ്റ്മെന്റ്. ഒരു ടീച്ചറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കമ്മിറ്റ്മെന്റ്, ഒരു സമർപ്പണ മനോഭാവം. കുട്ടികളോടും അദ്ദേഹം ചെയ്യുന്ന ജോലിയോടും സമർപ്പണം. പലപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കും, ഞാനൊരു വെരി സീനിയർ ടീച്ചറാണല്ലോ, എന്നോട് സംശയങ്ങൾ ചോദിക്കുമ്പം ജൂനിയർ ടീച്ചേഴ്സൊക്കെ ചോദിക്കും, ഒരു ടീച്ചറിനുണ്ട് ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കമ്മിറ്റ്മെന്റ് യുവർ പ്രൊഫഷൻ, കമ്മിറ്റ്മെന്റ് ടു ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനോടും നമ്മുടെ ജോലിയോടും ഒരു സമർപ്പണമാണ്. അതുപോലെ കമ്മിറ്റ്മെന്റ് ടു ട്രീ പ്ലാന്റ്. ടുഗദർ we have planted over 30 million trees that provide fuel. Fuel എന്ന് പറഞ്ഞാൽ അറിയാലോ, വിറക്, fuel, firewood for or fuel, തീ കത്തിക്കാനുള്ള മാർഗം, fuel, food, shelter and income to support our children's education and household needs. 30 million trees. അതുകൊണ്ട് എന്തെല്ലാം ഗുണമാണ്. ഉണങ്ങിയ കമ്പ് അതിൻ്റെ വിറകുകളായിട്ട് ഉപയോഗിക്കാൻ, അത് ഫ്യൂവലായി. പിന്നെ അതിൻ്റെ ഷെൽട്ടറാണ്. സാമാന്യം വലിയ മരങ്ങളാണെങ്കിൽ അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടി വീടുണ്ടാക്കാം. അങ്ങനെ പല സംഗതികളാണ്. ഹൗസ് ഹോൾഡ് നീഡ്സ്. The activity also creates employment and improves soil and watersheds. Watersheds, അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ, ലൈൻ ഓഫ് ഹിൽസ് ഫോർ എക്സാമ്പിൾ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും, സോയിൽ എറോഷൻ എന്ന് പറയുക, അതായത് മണ്ണൊലിപ്പ്, അതിനെ തടയാനും എല്ലാം ഇതുപോലെ നല്ലതാണ്. ഒരു നദിയുടെ ഇരുവശത്തും ചെറിയ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് നോക്കിയേ, നമ്മൾ 1 കിലോമീറ്റർ ഒന്ന് നോക്കി, നിങ്ങൾക്ക് കാണാം ഒരു വർഷം കഴിയുമ്പോൾ അവിടെ നല്ല ഒന്നാന്തരം വെള്ളം വേനൽക്കാലത്തുണ്ടാകും. അതാണ് അത്രയ്ക്ക് മനോഹരമാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ചെയ്യേണ്ടതാണ്. നമുക്കൊക്കെ ചുമ്മാ വായിച്ച് അതിന് ഉത്തരം കണ്ടുപിടിച്ച് പോയാൽ പോരാ. ആൻസർ. ദ ആക്ടിവിറ്റി ഓൾസോ ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ്. അതാണ് ഇനീഷ്യലി തുടക്കത്തിൽ the work was difficult because they were unaware.
ഇത് പറയുന്നത് മനസ്സിലാക്കാൻ അവർക്ക് മനസ്സിലാവുന്നില്ല. They were unaware that a degraded environment leads to a scramble for scarce resources. എൻവയൺമെൻറ്റ് മോശമായി കഴിയുമ്പം നമ്മുടെ വിഭവങ്ങൾ കുറയും, വിഭവം സപ്ലൈ കുറയും, അപ്പം ഡിമാൻഡ് കൂടും. ഇപ്പം എന്ത് പറ്റും? അതിൻ്റെ പേര് വഴക്കുണ്ടാവും. സ്ക്രാമ്പിൾ, സ്ട്രഗിൾ. നമുക്ക് ഒരു ഉദാഹരണം പറയുന്നത്, നമുക്ക് ഒരു ആകെപ്പാടെ നമ്മുടെ സ്ഥലത്ത് ഒരു ബേക്കറി ഉള്ളു, അവർക്ക് 5 ബ്രെഡേ ഉള്ളെന്ന് ചെയ്യും. അപ്പോൾ എന്നാ ബഹളമായിരിക്കും അവിടെ. അതേസമയം 10 ബേക്കറി 100 ബ്രെഡും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ 1000 ബ്രെഡ് ഉണ്ടെങ്കിലോ അതിന് മൈൻഡ് ചെയ്യും. അപ്പോൾ റിസോഴ്സ് കൂടും, scarce resources, and may culminate in poverty. It may end in poverty and also conflict. From resources വിഭവങ്ങൾ കുറയുമ്പോൾ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതിനാ പോവർട്ടി, ദാരിദ്ര്യം, കോൺഫ്ലിക്റ്റ്, വടക്ക്. ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ട്രീ പ്ലാന്റിംഗ്. ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് യു ഹാവ് ടു പ്ലാന്റ് ട്രീസ്. ഇതാണ് ആമുഖമായിട്ട് വരുന്നത്. അഡ്രസ്സിങ് അഗതി നമ്മളെ ഉപദേശിക്കുന്ന അതാണ്, നമുക്ക് തരുന്ന ഒരു ആഹ്വാനമാണിത്. ഇത് കെനിയായി തന്നെയല്ല, നമ്മുടെ ചുറ്റിലും തന്നെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും കൊച്ചുപിള്ളേർ, നമ്മൾ വളർന്ന് വലുതാം, നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ ലെസൺ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചാമ്പത്തൈ എങ്കിലും നടുക, അല്ലെങ്കിൽ ഒരു പ്ലാവിൻ്റെ തൈ നടുക. ഞാനിപ്പോൾ കുറ്റിപ്ലാവിൻ്റെ ഒരു തൈ നടുക, അല്ലെങ്കിൽ ഒരു ആഞ്ഞിലി, പുതിയതരം ആഞ്ഞിലികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അധികം അധികം പൊങ്ങത്തില്ല, കുറച്ച് നമുക്ക് കൈ കൊണ്ടൊക്കെ പറിക്കാം ആ തൈ. ഇപ്പം ഇത് ടീൻഡുടി എന്നൊക്കെ പറയുന്ന കോക്കനട്ട് ഇല്ലേ, കോക്കനട്ട് ട്രീസ്, അതുപോലെ ആവശ്യത്തിന് എനിക്കിത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. വാക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. മെയിൻ പോയിന്റ്സ് ഇന്നത്തെ എസ്പെഷ്യലി മൈൻഡ്ഫുൾ ഓഫ് വിമൻ ആൻഡ് ഗേൾ childhood experiences and observations of nature in rural Kenya, the Green Belt movement, the advantage of tree planting, initial difficulties. Tree planting provides employment. Tree planting provides income. Tree planting provides basic needs. Tree planting provides shelter. Tree planting enriches the environment. So today's thrust, focus, main area that we are stressing is planting of trees. അത് നിങ്ങളുടെ മനസ്സിൽ കൊള്ളുക. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ വിചാരിക്കുന്നു. ബൈ. ഹാവ് എ നൈസ് ഡേ.